വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിലെ മൊഡ്യൂൾ 4 ആയിട്ടുള്ള എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേറ്റ് ദ ടെമ്പററി പെർമനന്റ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഹാർഡ്നെസ് മെഷർ ചെയ്യാനാണ്. വിത്ത് ദ ഫോളോവിങ് സോൾട്സ്. ഈ സോൾട്സ് കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്, അതേപോലെ തന്നെ അവരുടെ എന്താണ് ഹാർഡ്നെസിന്റെ മെഷർമെന്റ് മാസ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഹാർഡ്നെസ് ഇതാണ്. ഇത് എന്താണ് മെഷർ? ഇത് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് ദ സബ്സ്റ്റൻസ്. ഈ കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റും ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസ് എന്താണ്? ഹാർഡ്നെസിന്റെ മാസ് ആണ് ഈ 6 ppm, 8 ppm, 10 ppm എന്നൊക്കെ പറയുന്നത്. മാറിപ്പോകരുത്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർഡ്നെസിന്റെ മാസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്, അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹാർഡ്നെസ് മെഷർ ചെയ്യാനാണ് ചോദ്യം. ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ്, പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ്, പിന്നെ ടോട്ടൽ ഹാർഡ്നെസ്. അപ്പൊ ഹാർഡ്നെസ് എങ്ങനെ മെഷർ ചെയ്യുക? ഹാർഡ്നെസിന്റെ ഇക്വേഷൻ എന്താണ്? ഹാർഡ്നെസ് ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. നമ്മൾക്ക് അറിയാം, അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 8 ppm, 10 ppm ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് കിട്ടി. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് substance, okay, into equivalent weight of calcium carbonate. Calcium carbonate in the equivalent weight divided by equivalent weight of hardness producing substance. That is, e calcium bicarbonate in the equivalent weight hardness producing substance. ഓക്കെ, ഇതാണ് ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഡിവൈഡ് ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ഇതിന്റെ ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും അതേപോലെ തന്നെ ടോട്ടൽ ഹാർഡ്നെസ്സും കാണേണ്ടത്. മനസ്സിലായ? ഇക്വേഷൻ എന്താണ്? മറന്നു പോകരുത്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടെമ്പററി ഹാർഡ്നെസ് എന്താ കാണേണ്ടത്? ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതല്ലേ, ടെമ്പററി ഹാർഡ്നെസ്. അപ്പോ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടെമ്പററി ഹാർഡ്നെസ്? ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈകാർബണേറ്റ്സ് ഉള്ള വാട്ടറിൽ ബൈകാർബണേറ്റ്സിന്റെ എമൗണ്ട് ആണ്. ബൈകാർബണേറ്റ്സ് ഉള്ള ഹാർഡ് വാട്ടറിനാണ് നമ്മൾ എന്ത് പറയാ? ടെമ്പററി ഹാർഡ് വാട്ടർ. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് എന്തായിരിക്കണം? ഇതിലുള്ള ബൈകാർബണേറ്റ്സിനെ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, അപ്പൊ ഇത് രണ്ടിന്റെയും കണ്ടാൽ മതി ടെമ്പററി ഹാർഡ്നെസ്സിൽ. ഓക്കെ, മറ്റേത് ഇവിടെ സൾഫേറ്റ് ആവുമ്പോഴോ അത് പെർമനന്റ് ഹാർഡ്നെസ് ആവും. അപ്പൊ ഇത് രണ്ടും എന്തിനാ കൂട്ടുക? പെർമനന്റ് ഹാർഡ്നെസ്സിന്. ഇത് രണ്ടോ നമ്മൾ നോക്കണം, മാറിപ്പോകരുത്. ബൈകാർബണേറ്റ്സ് ആവുമ്പോൾ അത് എന്തിന്റെ ആയിരിക്കും? ടെമ്പററി ഹാർഡ്നെസ്സിന്റെ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. ടെമ്പററി ഹാർഡ്നെസ് ആണ് കണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആരതാ കാണേണ്ടത്? കാൽഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ നോക്കാം. കാൽഷ്യം ബൈകാർബണേറ്റിന്റെ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ഇക്വേഷൻ വെച്ച് കാണാം. ഓക്കെ, ഈക്വൽ ടു എന്താണ്? ഈ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്? എത്ര തന്നിട്ടുള്ളത്? 6 ppm അല്ലെ? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഓക്കെ, 6 ppm തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ ഇക്വാലന്റ് വെയിറ്റ് എങ്ങനെ കാണാം? ഇക്വാലന്റ് വെയിറ്റ് എങ്ങനെ കാണാം? മോളിക്യുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ് എന്ത്? ഇക്വാലന്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ. പിന്നെ നമ്മൾ ഓർത്ത് വെക്കണം, എല്ലാ സാൾട്സിന്റെയും എവറി സാൾട്സിന്റെ വാലൻസി എത്രയാണ്? 2 ആണ്. എല്ലാ സാൾട്സിന്റെ വാലൻസി എത്രയാണ്? 2 ആണ്. അപ്പൊ വാലൻസി ഓഫ് സോൾട്സ് എത്ര ആയിരിക്കും? വാലൻസി ഓഫ് സോൾട്സ് 2 ആയിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും ഇക്വാലന്റ് വെയിറ്റ് കാണുമ്പോൾ വാലൻസി എത്ര ആക്കി എടുക്കുക? 2 ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ മോളിക്കുലർ വെയിറ്റ് പറഞ്ഞാൽ ഇതിലിപ്പം നോക്കാം.
ഏത് കാൽഷ്യം കാർബണേറ്റിന്റെ കാൽഷ്യത്തിന്റെ വെയിറ്റ് പ്ലസ് കാർബണിന്റെ വെയിറ്റ് പ്ലസ് O3 ഓക്സിജന്റെ വെയിറ്റ് ആഡ് ചെയ്യുന്നതാണ് ഇത് മോളിക്കുലാർ വെയിറ്റ്. അപ്പൊ നോക്കാം, കാൽഷ്യത്തിന്റെ വെയിറ്റ് എത്രയാണ്? 40 പ്ലസ് കാർബണോ 12. ഇത് നമ്മൾ പഠിക്കണം കേട്ടോ. 3 × 16 ഡിവൈഡഡ് ബൈ വാലൻസ് എത്ര? 2. അപ്പോൾ എന്ത് കിട്ടും? ഇത് കൂട്ടിയ 100/2 = 50 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇക്വാലന്റ് വെയിറ്റ് കിട്ടി അല്ലേ? നമുക്കിപ്പോ ഇതിൽ മാസ് ഓഫ് ഹാർഡ്നെസ് കിട്ടി, ഇക്വാലന്റ് വെയിറ്റ് കിട്ടി. നമുക്ക് ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ കാൽഷ്യം കാർബണേറ്റിന്റെ ഇക്വാലന്റ് വെയിറ്റിനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതേ സെയിം മോളിക്കുലർ വെയിറ്റ് ബൈ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് കാണാം. ഓക്കെ, അപ്പൊ അത് മോളിക്കുലർ വെയിറ്റ് ഒക്കെ നോക്കാം. കാർബണിന്റെ എത്രയാണ്? മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി തന്നെയാണ് ഇതും. അപ്പൊ നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിന്റെ എത്രയാണ്? 40 പ്ലസ് HC, ഇത് ട്വൈസ് ആണല്ലോ. അപ്പോൾ 2 × 1 പ്ലസ് ഇവിടെ കാർബണിന്റെ 12 താഴത്തെ ×1 പ്ലസ് എന്താണ് O3 ട്വൈസ്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 3 × 2 6 ആവും. അപ്പോൾ 6 × 16 ആണ് എന്ത്? കാർബൺ ഓക്സിജന്റെ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 162/2 കിട്ടും. ഓക്കെ, അത് അങ്ങനെ കിടക്കട്ടെ, നമുക്കത് സോൾവ് ചെയ്യണ്ട. 162/2 കിട്ടി. ഇനി നമുക്ക് നമ്മളെ ഇക്വേഷൻ കിട്ടുകൊടുക്കാം. ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ഹാർഡ്നെസ് ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇതിൽ എത്രയാണ്? 6 ppm. നമ്മൾ പറഞ്ഞു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എത്രയാണ്? 6 ppm. അത് ഇവിടെ ഇട്ട് കൊടുക്കാം. 6 ppm ഇൻറ്റു എന്താ? ഇക്വാലന്റ് വെയിറ്റ് എത്രയാണ് കാൽഷ്യത്തിൻ്റെത്? 50 അല്ലേ? 50 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടി? 162/2. അപ്പൊ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും? ഇൻറ്റു ആവും. അപ്പൊ അത് നോക്കാം. 6 × 100, 50 × 2 എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 162. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 3.70 ppm. അപ്പൊ നമുക്ക് കാൽഷ്യം ബൈകാർബണേറ്റിന്റെ എന്ത് കിട്ടി? ഹാർഡ്നെസ് കിട്ടി. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ അത് പറയുന്നുണ്ടല്ലോ, ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് കണ്ടുപിടിച്ചു. കാൽഷ്യം കാർബണേറ്റ് കഴിഞ്ഞിട്ട് കാൽഷ്യം ബൈകാർബണേറ്റിന്റെ കണ്ടുപിടിച്ചു. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 6 ppm എന്തുണ്ട്? ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്ത്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് 6 ppm ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടുപിടിച്ച് എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹാർഡ്നെസ് കിട്ടി. അപ്പൊ ഹാർഡ്നെസിന്റെ ഇക്വേഷൻ മറന്നു പോകരുത്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഒരാളുടെ ആയിട്ടുള്ള. ഇനി നമുക്ക് അടുത്ത ടെമ്പററി എന്താണ്? ഹാർഡ്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്താണ്? മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ ഇനി മെഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ കാണാം. മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പൊ അത് ഓരോന്നിന്റെയും നമ്മൾ കാണണം കേട്ടോ. മെഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ കാണുമ്പോൾ നമുക്കറിയാം ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണ്? ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിന്റെ മാസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 8 ppm. അപ്പൊ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 ppm. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടി. ഇനി നമുക്കറിയാം കാൽഷ്യത്തിന്റെ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ എല്ലാത്തിനും ഇത് ആവശ്യമുണ്ട്. 50 ആണെന്ന്. ഇനി നമുക്ക് അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. അത് കണ്ടുപിടിക്കാം. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, ഇതെത്ര? ആദ്യം മെഗ്നീഷ്യത്തിന്റെ മോളിക്കുലർ വെയിറ്റ് ബൈ വാലൻസി തന്നെ കേട്ടോ. ഇക്വാലന്റ് വെയിറ്റ് കാണാൻ മോളിക്കുലർ വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം എത്രയാണ്? 24 പ്ലസ് സെയിം 2 × 1 പ്ലസ് 12 × 2 പ്ലസ് 16 × 16 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 146/2 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഹാർഡ്നെസ് കണ്ടുപിടിച്ചൂടെ? ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഇതിന്റെ മാസ് എത്രയാണ്? 8 ppm അല്ലേ? 8 × ഇവിടെ നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റിന്റെ എത്രയാണ്? 50.
അത് അപ്ലൈ ചെയ്യാം. 50 ഡിവൈഡഡ് ബൈ 146/2. ഇത് സോൾവ് ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ 2 മേലേക്ക് കയറും. അപ്പൊ 100 ആയി മാറും. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 146. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 5.47 ppm. ഓക്കെ, ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തായി, പെർമനന്റ് ഹാർഡ്നെസ് ഉള്ള 2 കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞു ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, സോറി, ടെമ്പററി ഹാർഡ്നെസ്. ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, ടെമ്പററി ഹാർഡ്നെസ് ആണ്. ഓക്കെ, നമ്മുടെ സോൾട്ടിന്റെ കൂടെ ബൈകാർബണേറ്റ് ആണെങ്കിൽ അതെന്താണ്, ടെമ്പററി ഹാർഡ്നെസ്. ഇപ്പൊ ടെമ്പററി ഹാർഡ്നെസ് ഉള്ള 2 കിട്ടി. ആരൊക്കെയാണ്? മെഗ്നീഷ്യം ബൈകാർബണേറ്റും നമ്മുടെ കാൽഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും വാല്യൂസ് നമുക്കറിയാം. മെഗ്നീഷ്യത്തിന്റെ എത്രയാണ്? 5.47. അപ്പൊ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5.47 പ്ലസ് നമ്മുടെ മെഗ്നീഷ്യത്തിന്റെ എത്രയാണ്, കാൽഷ്യത്തിന്റെ 3.70. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. 3.70. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9.17 ppm. ഇതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. അപ്പൊ നമുക്ക് ടോട്ടൽ ടെമ്പററി ഹാർഡ്നെസ് കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. കാൽക്കുലേറ്റ് ദ ടെമ്പററി ഹാർഡ്നെസ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യം ഇങ്ങനെ ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് കിട്ടും. എന്നിട്ട് പിന്നെ ഓരോന്നോരോന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ടെമ്പററി ഹാർഡ്നെസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. എന്താണ് പെർമനന്റ് ഹാർഡ്നെസ്? പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതില് സൾഫേറ്റ് അയോൺസ്, ഹാർഡ് വാട്ടറിൽ എന്തുണ്ടാവും, സൾഫേറ്റ് അയോൺസ് ഒക്കെ ഉണ്ടാവും. അതാണ് എന്ത് പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. ഇതിലാണ് സൾഫേറ്റ് അയോൺസ് ഉള്ളത് നോക്കുക. അപ്പൊ ഇവർക്ക് 2 പേർക്കുമാണ് സൾഫേറ്റ് അയോൺസ്. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, പെർമനന്റ് ഹാർഡ്നെസ് കൂട്ടണം. അപ്പൊ അത് മറന്നുപോയി. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ബൈകാർബണേറ്റ്സ് ആണ്. പെർമനന്റ് എന്ന് പറയുമ്പോൾ സൾഫേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ക്ലോറൈഡ്സും ആകാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. സെയിം ഇക്വേഷനിൽ ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? കാൽഷ്യം സൾഫേറ്റ്. അപ്പൊ നമുക്ക് കാൽഷ്യം സൾഫേറ്റിന്റെ ഫസ്റ്റ് കാണാം. ഓക്കെ, കാൽഷ്യം സൾഫേറ്റിന്റെ കാണാം. കാൽഷ്യം സൾഫേറ്റിന്റെ കാണുമ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്നിട്ട് 10 ppm. അതപ്പോൾ നമുക്കത് ഓൾറെഡി കിട്ടി. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഓൾറെഡി കിട്ടി. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ppm ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ആരതാണ്? കാൽഷ്യം സൾഫേറ്റിന്റെ കാണാം. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് നോക്കാം. മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു എല്ലാ സോൾട്സിന്റെ വാലൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. മോളിക്കുലർ വെയിറ്റ് കാണുമ്പോൾ കാൽഷ്യത്തിന്റെ എത്രയാണ്? 40. സൾഫറിന്റെ 32 ആണ്. മറക്കരുത്, സൾഫറിന്റെ 32 ആണ്. അതേപോലെ ഓക്സിജൻ 4 ഓക്സിജൻ ആണുള്ളത്. അപ്പൊ 4 × 16 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 136 ഡിവൈഡഡ് ബൈ 2 കിട്ടും. എത്ര കിട്ടും? 136 ഡിവൈഡഡ് ബൈ 2. നമുക്കത് ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഹാർഡ്നെസ് ഈക്വൽ ടു എത്രയാണ്? മാസ് 10 × 50 ഡിവൈഡഡ് ബൈ 136 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പൊ ഇത് 10 × 100 ഡിവൈഡഡ് ബൈ 136 കിട്ടും. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽഷ്യം സൾഫേറ്റിന്റെ കിട്ടും. അത് എത്രയാണ്? 7.35. ഓക്കെ, ഇനി അടുത്തതാണ് മെഗ്നീഷ്യം സൾഫേറ്റ്. നെക്സ്റ്റ് ആരത് കാണണം? മെഗ്നീഷ്യം സൾഫേറ്റ്. അപ്പൊ മെഗ്നീഷ്യം സൾഫേറ്റിന്റെ എത്ര നോക്കാം. മെഗ്നീഷ്യം സൾഫേറ്റിന്റെ മാസ് എത്ര തന്നിട്ടുള്ളത്? 15. അപ്പൊ നമുക്കത് ഇവിടെ എഴുതി വെക്കാം. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. എത്രയാണ്? 15 ppm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഇക്വാലന്റ് വെയിറ്റ് അല്ലേ? സെയിം സ്റ്റെപ്പ്, എല്ലാത്തിനും സെയിം സ്റ്റെപ്പാണ് ഹാർഡ്നെസ് കാണാൻ കേട്ടോ. ഹാർഡ് വാട്ടർ ടെമ്പററി ഹാർഡ്നെസിനും പെർമനന്റ് ഹാർഡ്നെസിനും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി കാണാം. മെഗ്നീഷ്യത്തിന്റെ എത്രയാണ്? 24. സൾഫറിന്റെ 32 പ്ലസ് 4 × 16 ഡിവൈഡഡ് ബൈ 2. നമ്മൾ എന്ത് ചെയ്യണം? മോളിക്കുലർ വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം, അതേപോലെ കാൽഷ്യം, കാർബൺ, സൾഫർ, പിന്നെ ഓക്സിജനും ഹൈഡ്രജനും എല്ലാവർക്കും അറിയാലോ. ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അത് ഈ ഇത് മോഡൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഈ പ്രോബ്ലത്തിൽ ആകെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളൂ ഇക്വാലന്റ് വെയിറ്റ്. അപ്പൊ ഇക്വാലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ മോളിക്കുലർ വെയിറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ ആണ്, ഒന്നുമില്ല, ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120/2. നമുക്കിത് ഹാർഡ്നെസിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എത്രയാണ് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്? 15. 15 into 50 divided by 120/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 into 100 divided by 2. അപ്പൊ എത്ര കിട്ടും? 12.5 ppm. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര? ഇത് രണ്ടും കൂട്ടുക. നമ്മൾ രണ്ട് പെർമനന്റ് ഹാർഡ്നെസ്, ഒന്നാമത്തേത് എത്രയാണ്? 7.35. 7.35 ആരത്? കാൽഷ്യം സൾഫേറ്റിന്റെ പ്ലസ് 12.5 ppm ആരത്? മഗ്നീഷ്യം സൾഫേറ്റിന്റെ 12.5. ഓക്കെ, ഇത് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 19.85 ppm കിട്ടും. ഇനി നമ്മളോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ടെമ്പററി ഹാർഡ്നെസ് പ്ലസ് ടോട്ടൽ പ്രൈമറി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ്. അപ്പൊ ടോട്ടൽ ഹാർഡ്നെസ് കൂട്ടുമ്പോൾ എന്താണ്? നമ്മൾ ആദ്യം കണ്ടു എന്ത്? ടോട്ടൽ ടെമ്പററി ഹാർഡ്നെസ്. ടോട്ടൽ ടെമ്പററി പ്ലസ് എന്ത്? ടോട്ടൽ പെർമനന്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ടെമ്പററി എത്രയാണ്? നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. എത്രയാണ് ടോട്ടൽ ടെമ്പററി? 9.17. ഓക്കെ, അപ്പൊ 9.17 പ്ലസ് നമ്മുടെ ടോട്ടൽ പെർമനന്റോ 19.85. അത് ഇവിടെ കൊടുക്കുക, 19.85. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ടോട്ടൽ ഹാർഡ്നെസ്. അപ്പൊ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലേ? കുറെ സ്റ്റെപ്പ് ഉണ്ടെങ്കിലും സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇട്ടിട്ട് പോകണം. ഓരോന്നിന്റെയും ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ഇക്വാലന്റ് വെയിറ്റ് പഠിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. എന്ത്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഇതിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ്സും പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ്സും പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചു. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതിൽ എന്താ പഠിക്കേണ്ടത്? ഇക്വാലന്റ് വെയിറ്റ് കാണണം. അപ്പൊ ഇക്വാലന്റ് വെയിറ്റ് കാണണമെങ്കിൽ ഓരോന്നിന്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പൊ മോളിക്കുലർ വെയിറ്റ് ഓഫ് കാൽഷ്യം, കാർബൺ, അതേപോലെ മഗ്നീഷ്യം, സൾഫർ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് ദ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് ആൻഡ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്? ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. അതിന്റെ അപ്പാരറ്റസ് ആണ് ഇത്, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്താണ്? എയറോബിക് ഫിൽട്രേഷൻ മെത്തേഡ് ആണ്. എന്താണ് എയറോബിക് ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഫിൽട്രേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ എന്താണ് പറയാ? ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? എയറോബിക് ആണ്. ഓക്സിജൻ ഇല്ലെങ്കിലോ അനഎയറോബിക് എന്ന് പറയാം. അപ്പം ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂരിഫിക്കേഷൻ തന്നെയാണ്. നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഫിൽറ്റർ മീഡിയം ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽറ്റർ മീഡിയം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ നമ്മുടെ എന്താണ് സീവേജ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നതാണ് എന്ത്? ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. ഓക്കെ, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്താണ്? ഒരു ബയോളജിക്കൽ മെത്തേഡാണ്. എന്താണ്? നമ്മുടെ ഈ ഫിൽറ്ററിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് നടത്തുന്നത്? ഫിൽട്രേഷൻ നടത്തുന്നത്. ഇപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ബൈ യൂസിങ് എ സ്പെഷ്യൽ ഫിൽറ്റർ. ഒരു സ്പെഷ്യൽ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്യൂരിഫിക്കേഷൻ നടത്തുകയാണ്. ബൈ യൂസിങ് എ സ്പെഷ്യൽ ഫിൽറ്റർ വി ആർ പ്യൂരിഫൈങ് ദ വാട്ടർ. ഇറ്റ്സ് കോൾഡ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. അപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡിന്റെ അപ്പാരറ്റസ് കണ്ടോ? അതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. എന്താണ്? റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. അതുപോലെ തന്നെ അത് 2 മീറ്റർ ഡെപ്ത്. അതിനെന്താണ്? 2 മീറ്റർ ഡെപ്തിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതാണ് എന്ത്? ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഫിൽറ്റർ. ഓക്കെ, അതിലെന്തുണ്ട്? ഇതിൽ നമ്മൾ ഒരുപാട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ക്രഷ്ഡ് റോക്സും ക്രഷ്ഡ് ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിൽറ്റർ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുള്ള എന്താണ്? ക്രഷ്ഡ് റോക്സും ബ്രിക്സ് ഒക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ളത്. ഈ ഫിൽറ്ററിന്റെ ഉള്ളിലാണ് മൈക്രോ ഓർഗാനിസംസ്. ഇവിടെ എന്താണ്? ഒരുപാട് ക്രഷ്ഡ് റോക്സും ക്രഷ്ഡ് ഇതൊക്കെ ഉണ്ട്. ഇതിലാണ് നമ്മുടെ
മൈക്രോ ഓർഗാനിസംസ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഇൻഫ്ലുവന്റ് വഴി സീവേജ് പാസ് ചെയ്യും. സീവേജ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കണ്ട ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ, ഇത് പോയി റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ എത്തിയിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ വേസ്റ്റ് വാട്ടർ ഫുള്ള് നമ്മുടെ ഫിൽറ്റർ മീഡിയത്തേക്ക് വരും. ഈ ഫിൽറ്റർ മീഡിയത്തിൽ വരുമ്പോൾ ഫിൽറ്റർ മീഡിയത്തിൽ ആരുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മൾ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിനൊക്കെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറിന് എന്ത് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പ്യൂരിഫൈ ചെയ്ത വാട്ടർ കിട്ടും. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. എന്താണ്, ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് ബൈ യൂസിങ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽറ്റർ. പിന്നെ എന്താണ്, ഇറ്റ്സ് റെക്ടാങ്കുലർ ഷേപ്പ് ആൻഡ് 2 meter ഡെപ്ത് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവന്റ് വഴി when sewage passes it will trickle around the rotating filter distributor and moving to the filter medium. Filter medium എന്തുണ്ട്, there are so many microorganisms in the filter medium that will decompose the organic matter in the waste water. Organic matter full waste water ഉള്ള full കളയും. Then we will get the effluent വഴി നമുക്ക് എന്ത് കിട്ടും, we can get the water, purified water. ഈ ഡ്രെയിനേജ് സിസ്റ്റം വഴി നമുക്ക് എന്ത് കിട്ടും, വാട്ടറിന് കിട്ടും. അപ്പൊ ഇതൊരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. അതെന്താണ്, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ള ഒരു ഫിൽറ്റർ മീഡിയം, അതിൽ ഒരുപാട് ക്രഷ്ഡ് റോക്സ് ഒക്കെ ഉണ്ട്. അവിടെയാണ് എന്ത്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഗ്രോ ചെയ്യുന്നത്. ആ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, നമ്മൾ വേസ്റ്റ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡിന്റെ മേലെ ഇങ്ങനെ കണ്ടോ, അതാണ് എന്ത്, റൊട്ടേറ്റിംഗ് ഇൻഫ്ലുവന്റ് ഡിസ്ട്രിബ്യൂട്ടർ. ആ റൊട്ടേറ്റിംഗ് ഇൻഫ്ലുവന്റ് ഡിസ്ട്രിബ്യൂട്ടർ വഴി എന്ത് ചെയ്യും, വെള്ളം റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഫിൽറ്റർ മീഡിയത്തേക്ക് ചാടും. ആ ഫിൽറ്റർ മീഡിയത്തിൽ എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസംസ് ഫുള്ള് ഇതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടർ എന്ത് ചെയ്യും, ഡ്രെയിനേജ് സിസ്റ്റം വഴി പോകും. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ പ്രിൻസിപ്പിൾ ആൻഡ് എനി 2 advantages ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിന്റെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിന് 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ അപ്പാരറ്റസ് കണ്ടോ, നമ്മൾ എന്ത് ചെയ്യും, വി വിൽ അപ്ലൈ ഹൈ പ്രഷർ. നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ, സീ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വാട്ടറോ എന്താണ് നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ എടുക്കും. എന്നിട്ട് വി വിൽ അപ്ലൈ ഹൈ പ്രഷർ ഓൺ ദാറ്റ് സൊല്യൂഷൻ സൈഡ്. ദെൻ ദാറ്റ് വിൽ ഗോ ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി എന്ത് മാത്രമേ പോവുള്ളൂ, സോൾവെന്റ് മാത്രമേ എന്ത് പോവുള്ളൂ, സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പുറത്ത് പോവുള്ളൂ. ഇവിടെയുള്ള സോളിഡ്സ് ഫുള്ള് ഇവിടെ സ്റ്റക്ക് ആയി നിൽക്കും. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണ്, കുറച്ച് സംഭവങ്ങളെ പെർമിറ്റ് ഉള്ളൂ. അപ്പൊ ഇവിടേക്ക് സോൾവെന്റ്സ് മാത്രമേ പുറത്ത് പോവുള്ളൂ. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, പ്യുവർ ആയിട്ടുള്ള വാട്ടറിന് അവിടെ കിട്ടും. എങ്ങനെയാണ്, വെൻ വി അപ്ലൈ ഹൈ പ്രഷർ ഓൺ ദ സൊല്യൂഷൻ സൈഡ് ഇറ്റ് വിൽ ഗോ ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദ സൊല്യൂഷൻ എന്താണ്, ഫ്ലോ ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, സൊല്യൂഷൻ എന്ത് ചെയ്യും, സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പോകും. എന്നിട്ടോ ഓൺലി പ്യുവർ സൊല്യൂഷൻ വിൽ ഗോ ത്രൂ ദാറ്റ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. നമ്മൾ വെൻ വി അപ്ലൈ ദ ഹൈ പ്രഷർ ടു ദ സൊല്യൂഷൻ then the pure solvent from that solution will pass through the semi permeable membrane. അപ്പൊ നമ്മുടെ മറ്റേ അതിലുള്ള സോളിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, that will stuck in that solution side. ഈ സൊല്യൂഷൻ സൈഡിൽ അതൊക്കെ എന്ത് ചെയ്യും, സ്റ്റക്ക് ചെയ്യും. അപ്പൊ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരൂലേ, 2 സൈഡിലും കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരില്ല. കാരണം ഒരു സൈഡിൽ എന്തുണ്ട്, സൊല്യൂഷൻസിൽ ഒരുപാട് സോൾട്ട് വാട്ടർ ആണെങ്കിൽ അതിൽ സാൻഡും ഒരുപാട് സാൾട്സ് ഒക്കെ ഉണ്ടാക്കും. സൊല്യൂഷൻ ഈ സൈഡിലേക്ക് വരുമ്പോഴോ ഇവിടെ പ്യുവർ വാട്ടർ ആണ്, അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഡിഫറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. എവിടേക്കാ പോവുക, ഇറ്റ് വിൽ ഗോ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻക്കാണ് എന്ത് പോവുക, റിവേഴ്സ് ഓസ്മോസിസ് വഴി പ്യുവർ സോൾവെന്റ്സിന്റെ പാസേജ്. എങ്ങനെ, ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, it is the movement of solvent through a semi permeable membrane from the solution to the pure solvent by applying a excess pressure. നമ്മൾ ഒരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, പ്യുവർ സോൾവെന്റ് ഈസ് മൂവിങ് ഫ്രം ദ സൊല്യൂഷൻ ടു ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പ്യുവർ സോൾവെന്റ് മാത്രം മൂവ് ചെയ്യുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയാ, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, കോൺസെൻട്രേഷന്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വിൽ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻസ് കാണുന്നത് പ്യുവർ സോൾവെന്റ് മൂവ്മെന്റ്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണ്,
പ്യുവർ സോൾവെന്റിനെ മാത്രമേ ഇങ്ങോട്ട് പാസ് ചെയ്യുള്ളൂ. നമ്മുടെ സോൾവെന്റിലുള്ള ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസ് മൊത്തം എന്ത് ചെയ്യും, ഒരു സൈഡിൽ അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മറ്റേ സൈഡിലോ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും സോൾവെന്റ് വിൽ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വിൽ വർക്ക് ഓൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലാണ് പോകുന്നത്. അതുപോലെ തന്നെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണ്, പ്യുവർ സോൾവെന്റ്സിനെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. എന്താണ്, അതിലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ മറ്റേ സൈഡിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, ഇതാണ് റിവേഴ്സ് ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസിന്റെ പ്രിൻസിപ്പിളും. മനസ്സിലായോ? അതായത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുള്ളൂ. എപ്പോഴും വെൻ വി അപ്ലൈയിങ് എ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് മൂവ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യും, പ്യുവർ സോൾവെന്റ് മാത്രം സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഇവിടെ എന്താണ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, അതുവഴി പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതെന്താണ്, ഈ പെർമിയബിൾ മെംബ്രെയിൻ ഇതിലുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ കണ്ടോ, ഇതിനെന്തുണ്ട്, മോർ ദാൻ 2 years ലൈഫ് സ്പാൻ ഉണ്ട്. മോർ ദാൻ 1 or 2 year ലൈഫ് സ്പാൻ. അപ്പൊ നമുക്ക് ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഡീസാലിനേറ്റിംഗ് സീ വാട്ടർ. ഇപ്പൊ സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഉപ്പിന്റെ കണ്ടന്റ് ഡീസാലിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ നമുക്കത് മോർ ദാൻ 2 years ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ എന്ത് അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, പ്യൂരിഫൈങ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും ഫ്രം ഡിസീസ് കോസിങ് ബാക്ടീരിയസ്. ഡിസീസ് കോസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ വി അപ്ലൈ ഹൈ പ്രഷർ ദ സോൾവെന്റ് ഈസ് പാസിംഗ് ഫ്രം സൊല്യൂഷൻ ടു ദ അതർ സൈഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു പ്യുവർ സോൾവെന്റ് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൊല്യൂഷൻ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ ഇതാണ് നമ്മൾ ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടറിനെ ഡീസാലിനേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മോർ ദാൻ 2 years ലൈഫ് സ്പാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം പഠിക്കാം, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതാം. അപ്പോൾ താങ്ക് യു.